ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് മിന്നാന്ന് നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് വന്നായിരുന്നു കേട്ടോ. നമ്മളുടെ ഇൻ്റർനാഷണൽ കപ്പ് വോളിയം 5 പറഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് ആ പാക്കിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്കി ബ്രോയുടെ അക്കൗണ്ടിലാണ്, നമ്മുടെ മെമ്പറാണ് മൂപ്പര്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമ്മുടെ ലോക്കി ബ്രോക്ക് നമ്മുടെ ടാർഗറ്റിന് എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ടാർഗറ്റ് വരുന്നത് എയർലിംഗ് ഹാലൻഡ് ആട്ടോ. സോ ഹാലൻഡ് വന്നിരിക്കുന്നത് ബുള്ളറ്റ് ഷട്ടർ പ്ലസ് ലോ സ്ക്രീമർ ആണ്. അറിയാലോ ഹാലൻഡ് ഞങ്ങളുടെ നെഞ്ചത്താണ് ആണി അടിച്ചത്. അർജന്റീന അല്ല കേട്ടോ, ഞാൻ ബ്രസീലാ. ജെയ്സി നമ്മൾ ഫുട്ബോൾ ഫാൻ എല്ലാം ഇടും. ഓക്കെ, സോ ബ്രസീലിനെതിരെ 2 ഗോൾ അടിച്ച് അതിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ബെല്ലിങ്ങാമാണ്. ബെല്ലിങ്ങാം ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ഫോർസസ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. ചെങ്ങായി ഏതാ മുതലില്ലേ ആ മെക്സിക്കെതിരെ കളിയായിട്ട് അതിൽ കിടിലൻ കളി, ഒരു രക്ഷയില്ല. അറ്റാക്കിനായിട്ട് അറ്റാക്കിംഗ് ഉണ്ട്, ഡിഫൻസ് ആയിട്ട് ഡിഫൻസീവ് ഉണ്ട്, കിടിലൻ. അതുകൊണ്ടാണ് ആൾക്ക് ഫിനോൽ ഫിനിഷിങ്ങും ഫോർസസ് ഒരുമിച്ച്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഒന്നും ഒരു പ്ലെയറിന് ഇങ്ങനെ സ്കില്ല് കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെറ്റ്ലേറ ബെൽജിയത്തിന് വേണ്ടിയിട്ട് 2 ഗോൾ സ്കോർ ചെയ്ത് US ഓവർ കമ്മിറ്റി പരിപാടി കാണിച്ചിട്ട് റെഡ് കാർഡൊക്കെ പിൻവലിച്ച് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ തൊള്ളയ്ക്ക് അടിച്ച് കിട്ടി 4-1 സ്കോറിൽ ബെൽജിയം അടിച്ച് പൊട്ടിച്ചിട്ട്. അങ്ങനെ ഈ 3 കാർഡ്സാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ മെയിൻ ടാർഗറ്റ് ഹാലൻഡ് തന്നെയാണ്. ഹാലൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്താം. അല്ലെങ്കിൽ പിന്നെ ബെല്ലിങ്ങാമിന് കിട്ടിയാലും കുഴപ്പമില്ല. ബെല്ലിങ്ങാമിന് കിട്ടിയിട്ട് ഹാലൻഡിന് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാവും. ഹാലൻഡിന് കിട്ടുകയാണെങ്കിൽ ഏതായാലും നിർത്താട്ടോ. സോ നോക്കി നോക്കാം നമുക്ക് ഇത് നമുക്ക് ആരെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം ഇതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആഡ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ സെക്കൻഡ് പാർട്ട് കേട്ടോ. സോ രണ്ടും കൂടി ഒരുമിച്ച് പടക്കി വിചാരിച്ചു. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഹാലൻഡാണ് മെയിൻ ടാർഗറ്റ്. ഹാലൻ സെക്സി ലേഡി ഹാലൻ ജൂഡേ ബെല്ലിങ്ങാം. ഇയാൾ സീനാടാ. ബെല്ലിങ്ങാമിൻ്റെ ഈ കാർഡ് പെട്ടേ. പക്ഷേ 3 ഷോർട്ട് ടൈം ആണ് കേട്ടോ, അതേ പ്രശ്നമുള്ളൂ. കെറ്റ്ലർ പിന്നെ ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സ് പറയാം. ഓക്കെ, കുഴപ്പമില്ല. യങ് പ്ലെയറാണ്, അറ്റൻഡഡ് പ്ലെയറാണ്. നോക്കാം നമുക്ക് എന്തായാലും കിട്ടൂലേന്ന്. 100 പ്ലേയേഴ്സേ ഉള്ളൂ, 6000 കോയിനുണ്ട്. കിട്ടുന്ന പ്രതീക്ഷയോടെ ആദ്യത്തെ സ്പിന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ സുയി നോക്കാം, കിട്ടോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു AMF ആണ്. അത് നമ്മുടെ നോക്കാത് ഇതാര് ഗാബിയോ മിക്കേൽ മെറീനോ നമ്മുടെ അണ്ണൻ്റെയും പോർച്ചുഗലിൻ്റെയും നെഞ്ചകം തകർത്ത പ്ലെയറാണ് മെറീനോ. കൊല്ലം ഫെറാൻഡോസിൻ്റെ അഗ്മഗ് അസിസ്റ്റിൽ മെറീനോയുടെ ഒരു ക്ലാസ് ഫിനിഷായിരുന്നു. ഓക്കെ, 3 ഫീച്ചറായി കിട്ടിയിട്ടുണ്ട്. ഡസൻ മാച്ചർ. ഈ ചങ്ങായി ഈജിപ്തിൻ്റെ ഉള്ളിൽ ഇത് സേവ് ആയിരുന്നു അർജന്റീനയ്ക്കെതിരെ. പക്ഷേ അർജന്റീന അവസാനം മെസ്സിയുടെ താണ്ഡവത്തിൽ വിളയാടി ജയിച്ചു. അപ്പോൾ പക്ഷെ അതൊന്നല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക്. നമുക്ക് ഈ ചെങ്ങായിന് വേണം. ഇയാളെങ്ങനെയൊക്കെ എടുത്തേ തീരൂ. ബെല്ലിങ്ങാമും ഈ ചെങ്ങായി ആദ്യം ഹാലൻഡിന് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബെല്ലിങ്ങാമിന് കിട്ടിക്കഴിഞ്ഞാൽ തുടരേണ്ടി വരും, അതാ പ്രശ്നം. ഇനി മറ്റവനെ കിട്ടിയതിന് പിന്നെ ഒന്നും നോക്കാനില്ല. ഇപ്പോൾ സെക്കൻഡ് സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെയാണ് കാണിക്കുന്നത്. മാറിയിട്ട് ഇനി കത്തി കഴിഞ്ഞ ഭാഗ്യം നോക്കാം നമുക്ക്. ഇല്ലടാ, LED പരിപാടി ഇല്ല. ഈ വേട്ടവളി എന്നോട് തോറ്റു. ഹാലൻഡ് കമോൺ ചെങ്ങായി. ഹാലൻഡ് നല്ല സീനല്ലേ. അവൻ്റെ അച്ഛൻ്റെ ഒരു ആ കഥ ഉണ്ടല്ലേ, സീൻ തന്നെ കേട്ടോ. റോയ്ക്കിന് ഇഞ്ചറി, റോയ്ക്കിന് അങ്ങോട്ട് ഇഞ്ചറി വെച്ചിട്ടുണ്ട്. അതായിട്ട് റിവെഞ്ചിൽ റോയ്ക്ക് ഇങ്ങോട്ട് ഇഞ്ചറി വെച്ചു. പിന്നെ അവിടെ നിന്ന് റിവെഞ്ച് കഥ ചെക്കൻ യുണൈറ്റഡിനെ പണി. ഇപ്പം ലോകത്തിനെ ഫുള്ള് പണ്ണുണ്ട്. ഇനി അവൻ ലോകം കീഴടക്കാൻ വാക്കിൻസിനെ പോലെ വീണ്ടും ലോകം കീഴടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇക്കൊല്ലത്തെ കറുത്ത കുതിരകൾ നോർവേ തന്നെ, ഒരു സംശയമില്ല. പക്ഷെ പണി കിട്ടി ഞങ്ങൾക്കായി പോയി പുല്ല്. എടാ ചെങ്ങായി ഒന്ന് വായോ ഇങ്ങട്. ഇയാൾ എന്ത് പരിപാടിയാണ് എനിക്ക്. ചിക്കൻ ബിരിയാണി, ഏത് ചിക്കൻ ബിരിയാണിയാ പോയത്? എടാ നമ്മക്ക് കിട്ടുന്നില്ലല്ലോടാ. കോമോഡ് ചിക്കൻ ബിരിയാണി. ഡിഗോ കാർലോസ് ഫ്രം ബ്രസീൽ. 3000 കോയിനുണ്ട് ബാക്കി. എടാ എന്താണ് ഈ അടുത്ത് എനിക്ക് പാക്ക് ഓപ്പണിൽ തീരെ ഭാഗ്യമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഒടുക്കത്തെ മലര് പിടിച്ച പരിപാടി പോയത്. ഹാലൻ സെക്സി ലേഡി ഹാലൻ ബെല്ലിങ്ങാം വെടിമറ ചൂടൻ, അത് മതി. പിന്നെ കട്ട്ല, ഇതാണ് ഇപ്പോൾ കട്ട്ലപ്പ് എന്ന് വിളിക്കാം നമുക്ക്. സോ വീട് പണി എവിടെ വെച്ചിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. വീട് പണി ഇപ്പോൾ കട്ട്ലപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ചുമര് പണി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ബ്ലോഗ് ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്പിൻ ഹിയർ വി ഗോ. അടിപൊളി കമോൺ. സെൻറ്റർ ഫോർവേഡാണ്, പക്ഷേ ട്രൗസറാണ് ഇട്ടത്. ഉത്തര മട്ടിനസ് അത് ഓ ചങ്ങായി തന്നെ. ആ മുടി കണ്ടറിയാം. വീണ്ടും പണ്ണലാണല്ലോടാ, കുനിച്ചെറുത്തി പണ്ണൽ. എടാ ഒരെണ്ണം പോലും കിട്ടിയില്ലടാ ഇറക്കിയിട്ട്. അയ്യോ
ചെങ്ങായി ഒരു ഹാലിൻ്റെ അയാൾ എന്താണ് ഇത്? ആ പൊസിഷനിട്ട് ഇറക്കി വിട്ടോ. ആരോ പറഞ്ഞു പൊസിഷനിട്ട് ഇറക്കിയതിന് കിട്ടുമെന്ന്. അതിന് മാത്രം തുറന്നുള്ളൂ പ്രാവശ്യം. പുറത്തുനിന്ന് തൊടാം, എന്നിട്ട് ഡീറ്റെയിൽസ് നോക്കാം. എങ്ങാനും കിട്ടിയാലോ? കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ? നഷ്ടമില്ലല്ലോ. നഷ്ടം വരാൻ പാടില്ല. നഷ്ടം വന്നാൽ അത് പ്രശ്നമാണ്. ഓയ് 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 ഓയ്. അപ്പം അടുത്ത സ്പിൻ കൊടുത്തൻ്റെ പറി കിട്ടും. എൻ്റെ മുത്ത വിധിച്ചാണെങ്കിലോ CMF എൻസോ ഫെർണാണ്ടസോ. ലാസ്റ്റത്തെ ഗോളിലെ ഹെഡ്. അപ്പോൾ അവിടെ ഒരു വിധം തീരുമാനമായിട്ട് കേട്ടോ. എന്താ ചെയ്യപ്പോൾ? എന്താ ഒരെണ്ണം കൂടി കിട്ടിയില്ല. ഇനി 50 പ്ലേയേഴ്സ് ബാക്കിയുള്ളൂ. 50 പ്ലേയേഴ്സ്. ഇതിലൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇതിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. എടാ നോട്ട് ഈവൻ ഗെറ്റിംഗ് എൻ ഷോർട്ട് ടൈം ഫ്രം ദിസ്. ഷോർട്ട് ടൈം കാർഡ് കിട്ടണില്ല. ഇത് എന്താണത്? നെയ്മർ ഉണ്ട് കേട്ടോ ഒപ്പം വെച്ച്. പക്ഷേ എന്ത് കാര്യം? 700 പോയിനുണ്ട്. 100 വെച്ച് പഠിച്ചോണ്ട് കേട്ടോ. 1100 പോട്ടെ. സെക്സി ലേഡി ഹാലൻ സാധനം കിട്ടി. ഭാഗ്യം മുത്തേ. ഞാൻ പേടിച്ചൊന്നും ആൻഡി കിട്ടില്ലേന്ന്. അപ്പോൾ ആൻഡി കിട്ടിയിട്ടുണ്ട്. 100 കോയിൻ്റെ എപ്പിക് ട്രിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ സാധനം വർക്കിംഗ് ആടാ. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോ. കിട്ടില്ല സാധനം. അപ്പോൾ ആൻഡിനെ കിട്ടി. സമാധാനം. ഞാൻ ഒന്ന് പേടിച്ചടാ കിട്ടില്ലേ എന്നിട്ട്. സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് ഒന്ന് ട്രെയിനിൽ ചിട ഇയാളെ. ഇതെന്താ പഠിക്കി? പ്ലെയർ പ്രോഗ്രഷൻ ലെവൽ ട്രെയിനിങ് കൊടുക്കട്ടെ. ഓക്കെ ഇതന്നെയാണ് സ്റ്റാറ്റ്സ് നോക്കാം നമുക്കിനി. 96 ഫിനിഷിങ്, സ്പീഡ് എക്സ്ട്രാക്ഷൻ 92, 93, ജമ്പിങ് 83, ഹെഡിങ് എത്ര? ഹെഡിങ് കുഴപ്പമില്ല പറയാം. ഗുഡ് കാർഡ്. ഉഷാറിനെ കേട്ടോ. കുഴപ്പമില്ല നല്ല അടഞ്ഞ്. ഇപ്പം എന്തായാലും ബുള്ളറ്റ് ഹെഡർ പ്ലസ് ലോ സ്ക്രീമറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണം ഉണ്ടാവും എന്തായാലും. നോക്കാം. എടാ ഇനി നമുക്ക് എന്തായാലും മറ്റേ ബാക്കിൻ്റെ വീഡിയോയും കൂടി നിങ്ങളൊന്നതിൽ കണ്ടോ. നമ്മുടെ തുറാം പ്ലസ് ഡെസേലി പ്ലസ് വിയേര. ഓക്കെ, അതും കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്നാണ്. അത്രേ ഉള്ളൂ. നേരത്തെ വിയേരേനെ കിട്ടിയില്ല. വിയേരനെ കിട്ടിയാലും വിയേരനും തൂറത്തിനും കിട്ടണം. ഓക്കെ, വിയേരനും തൂറാണ് ടാർഗറ്റ്. ഓക്കെ, സാധനം അതുപോലെ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും തന്നെ എൻ്റെ പ്രതീക്ഷ. കൊണാമി എന്നെ മൂഞ്ചിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. മൂഞ്ചിച്ചാൽ ഞാൻ പെരടിക്ക് അടിക്കണം കൊണാമിയുടെ. സോ അലക്സ് പ്രോഡ് അക്കൗണ്ടാണ്. കിട്ടിയാൽ മതിയായിരുന്നു. തുറാമേൻ വിയേര യാ നോക്കാം. ഇനി ഡെസൈലിന് ഒരു 3 വട്ടം തൊടാം. എടാ ഒരു ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്. അത് ഒരുമിച്ച് ആ തുറാമിനെയും വിയേരനെയും കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആയില്ല. പിന്നെ ഞാൻ നമുക്ക് ആലോചിക്കാറ്. പെടച്ചോ ഫസ്റ്റ് 900. ഹിയർ വി ഗോ. മെച്ചാച്ച വീണ്ടും വന്ന് കയറിയുണ്ട്. ഇയാൾക്ക് എൻ്റെ അടുത്തേക്ക് വരല തന്നെ വരെയുള്ള ഈ മെച്ചാച്ച ഫക്ക് ഓഫ് മാൻ. അപ്പുകുട്ടാ മൈൻഡില്ല പറയല്ലേ, അങ്ങനെ പറയല്ലേ. ലെറ്റ്സ് ഗോ മെച്ചാച്ച. ആവശ്യമുണ്ടോ വെച്ചാൽ ആവശ്യമില്ല. നമ്മൾ കൂടെ വന്നിട്ട് എപ്പിക്ക് എടുക്കാൻ. അപ്പം എപ്പിക്ക് വേണം. ഓക്കെ, മൊറോക്കോനാണ് ഫിഫ മുട്ട സപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴാ എന്ത് എങ്ങനെ ടോക്ക്? ഡെസേലി കാരണം നമുക്ക് വേണ്ടത് ഡെസേലിനല്ല. അപ്പോൾ ഡെസേലിനെ തൊടുമ്പോഴാണ് ഇവന്മാർ ബാക്കിയുള്ളതിനെ തരിക. ഓക്കെ, ഇവിടെ വന്ന് ജസ്റ്റ് സ്റ്റാറ്റ്സ് നോക്കണം. അത്രയേ ഉള്ളൂ. തുറാമും വേണം. ഇവിടെ ഇവന്മാർ പെട്ടെന്ന് തരില്ല, അതാ പ്രശ്നം. പെട്ടെന്ന് തരികയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ദേ ആർ നോട്ട് ഗിവിങ് ഫാസ്റ്റ്ലി. ക്യാൻസൽ 900 അഗെയിൻ. തുറാം ആൻഡ് വിയേര പ്ലീസ് ഗീവ് മീ. ഇത് എന്ത് പക്കിങ്ങാടാ. ആരത്? ബ്രസീലിൻ്റെ സെൻറ്റർ ബാക്കാരത്? മുറിയയിലോ? അതെ, ഒന്ന് വേൾഡ് കപ്പിന് എടുത്തില്ല കേട്ടോ. അവൻ അത്ര ടോപ്പ് ക്ലാസ് റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നട്ടിംഗ്ഹാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് കാഴ്ച വെച്ചു. അടുത്തുള്ളവരൊരു ഒരു വെറുതെ കൊടുക്കാം. കമോ വില്യം സലീബ. But this time also we didn't get any Alex bro. APG അലക്സ് ആണ് ആളുടെ പേര് കേട്ടോ. ക്വസ്റ്റ്യൻ ഇട്ട് ഇറക്കട്ടെ, അത് നടക്കുള്ളൂ.
ലൂ ലൂക്കസ് ഹെർണാണ്ടസ് ആണോ? അയ്യോ വീണ്ടും തെറ്റി, ക്ഷമിക്കണം. പൊസിഷൻ ഇട്ട് കറക്കട്ടെ കേട്ടോ. ആദ്യം 3 വട്ടം തൊടുക വേണ്ട ആൾക്കാരെ. പിന്നെ നമുക്ക് വേണ്ടാത്ത ആളുടെ സ്റ്റാറ്റ്സ് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് പൊസിഷൻ ഇടുക, ബാക്ക് വരിക, 900 900 900 ക്യാൻസൽ. നേരെ തിരിച്ചാട്ടോ. അപ്പോഴും കിട്ടിയില്ല. എടാ എന്തു തേങ്ങയാടാ അത്. എംബാപ്പെ വീണ്ടും വന്ന് കയറിയിട്ട് ഈ ചെങ്ങായിക്ക് എൻ്റെ അടുത്തേക്ക് വരലാണ്ട് വേറെ പരിപാടിയില്ല. 3ാമത്തെ അക്കൗണ്ടാണ്, അതാ ഞാൻ പറയുന്നത് കേട്ടോ. എംബാപ്പെ പറി ബ്രോ ഇറ്റ്സ് നോട്ട് ലോങ്. മരെന്തത് തരാത്ര അത് സുറാം. അത് മറ്റേ CF തുറാം. മോനെ തൊട്ട് കറക്കി അച്ഛൻ വരാണ്ടിരിക്കുന്നത്. മോനെ തൊട്ട് കളിച്ചാൽ അച്ഛൻ എന്തായാലും വരും, ഉറപ്പത്. മോനെ തൊട്ട് കളിച്ചാൽ തന്തപ്പിടി എന്തായാലും വരും എന്ന് ഉറപ്പുള്ള കാര്യം. ഇതെന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണു. കിട്ടി കഴിഞ്ഞാൽ കൊള്ളാം, അല്ല പിന്നെ വീണ്ടും പ്ലക്ക് കിട്ടും. മോനെ തട്ട തന്ത ചോദിക്കാൻ വന്നില്ലേ, അത് ശരിയല്ലല്ലോ. വന്നിരിക്കും, പറി വരും. വീണ്ടും വന്നിട്ടുണ്ട് ആ ചെറുക്കി പുണ്ട. എൻ്റെ ചെറുക്കി ഇതെന്തറാ സെയിം അവസ്ഥയാണല്ലോ. നേരത്തെ എങ്ങനെയാണ് വന്നത് അതേപോലെ തന്നെ വരുന്നത്. കറക്കിയിട്ടൊന്നും പെട്ടെന്ന് സാധനം കിട്ടില്ല. ബ്രോ പൊസിഷൻ ഇട്ടിട്ട് പോയിട്ട് ഈ പ്ലേസിന് ഒട്ടുനോക്കാം. 1 2 1 2 1 2. തന്തേനെ തൊട്ടിട്ടും കാര്യമില്ല, അല്ല മോനെ വിട്ടിട്ടും കാര്യമില്ല. തന്ത വരണ പണിയില്ല, തന്തേനെ വിടാം. അപ്പം മോനെ കൊണ്ടുവന്നാവനി. ഇനി മോനും തന്തേനും ഒരുമിച്ച് ഇട്ട് നോക്കിയാലോ? മോനും തന്തയുണ്ട് ഇവിടെ, മോനെയും കൂടി തൊട്ടുനോക്കാം. മോനെയും തന്തേനും ഒരുമിച്ച് തൊട്ടതിനെ രണ്ടുപേരും ഒരുമിച്ച് വന്നതിന് അടിപൊളിയായിരിക്കും. ലെറ്റ്സ് ബ്ലാക്ക് ആനിമേഷൻ പ്ലീസ്. ഇനി ആരും കിട്ടാണ്ട് പോവോ? അതിന് മനസ്സില്ല, കിട്ടുമായിരിക്കും ആരെങ്കിലുമൊക്കെ. ബ്രോ റൈറ്റിംഗ് ഫോർവേഡ് ഫാൻ. ഇത് ആരത്? സബീനോ. സോറി. വീണ്ടും പ്ലക്കി. ബ്രോ ബ്ലാക്ക് ആനിമേഷൻ അടിക്കുമെന്ന് എനിക്കറിയില്ല. ഇവന്മാര് പണ്ണലായിപ്പിച്ചു ബ്രോ. ബ്ലാക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഇവന്മാര് കാലിൻ്റെ ഇടയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കന്നെ. പൊസിഷനല്ല, ഫയർ വാല്യൂ. ഈ എപ്പോക്കാലും ഇങ്ങനെ തന്നെയാണ്. ഒരു മാച്ചല്ലേ ഇതാ പ്രശ്നം. ഞാൻ എപ്പോക്കാലും കറക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വേണം. വൈ ഓൾവേസ് മീ ബ്രോ? ഇതാ ആരത്? ഒനാനയോ? ഒനാനല്ല അത്, കമാറ. മെന്റലി ഇറിറ്റേഷൻ ഈസ് കമ്മിങ് ബ്രോ. ആക്ച്വലി ഒരു ഹാപ്പിനെസ് വരുന്നില്ല ഇറക്കുമ്പോ. തേങ്ങ മരിന്നിട്ട് തൊള്ള ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാ ട്രിക്കൊന്നുമില്ല, വെറുതെ കറക്കാം, അതായിരിക്കും ബെറ്റർ. എനിക്ക് മിക്ക ഓപ്പണിങ്ങിലും ബ്ലാക്ക് ആണ് വരാറ്. ഇവിടെ പക്ഷേ വരും തോന്നില്ല. ഡേസർ ഡിവേ ഇവിടെ ഫുള്ള് മോഞ്ചല ബ്രോ. കോവിഡ് ഫുള്ള് മോഞ്ചി പോടാ പോടാ പരന്നാറി. അതൊരു ടെക്കി ഫാനോ? ഓൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനിൻ്റെത് അറിയില്ല. അതിന്റെ പ്രശ്ന ഇല്ലടാ. ഇല്ല, ഇതെന്തായാലും ഇപ്പൊ കിട്ടും. കിട്ടാണ്ട് എന്തായാലും പോലില്ല. ലാസ്റ്റത്തെ ഇതൊന്നും ഇങ്ങനെ നിൽക്കും തോന്നില്ല എനിക്ക്. എടത് എന്താ ഇതുവരെ ഒരു എപ്പി കിട്ടിയില്ലല്ലോ പറഞ്ഞ പോലെ. ലൈറ്റ് മാറി കത്ത്. ലൈറ്റ് മാറി കത്തി, പക്ഷെ കളർ ലൈറ്റ് അല്ല, പച്ച ലൈറ്റ് മാത്രമേ ഉള്ളൂ. കോനെ ഫ്രം റോമ. ഇത്ര ബുദ്ധിമുട്ടുള്ള ഏറിയ ഒരു ആദ്യത്തെ കൂടെയാണ് ഞാൻ പോകുന്നത്. കിട്ടുന്നില്ല. ഇത് നോക്ക്, ഈ ഡിപ്പാർട്ട്മെന്റ് ഫുള്ള് കാലിയായിട്ടുണ്ട്, പക്ഷെ സാധനം കിട്ടിയിട്ടില്ല. മൂഞ്ചല. അടുത്തത് അടിച്ച ഭാഗ്യം. അലക്സ് ബ്രോ എന്താ പറയലാ? എന്താ 3 അക്കൗണ്ടില് മൂഞ്ചിക്കനാണല്ലോ. 3-ൽ മൂഞ്ചെന്നാ പറയല്, അല്ല 3-ൽ മൂഞ്ചില്ല. ബ്ലാക്ക് അടിച്ചാൽ മതി പെട്ടെന്ന്.
ഒരെണ്ണം കിട്ടിയത് സെന്റർ ബാക്ക് ആണല്ലോ, ഡെസേലിനെ കിട്ടിയത് ബ്രോ. എന്തൊരു കഷ്ടമാണ് സുഹൃത്ത് ഇത്. മനസ്സിലാവണല്ലോ ഇവന്മാരെന്ത് ഇങ്ങനെ മുഞ്ചിക്കണടാ. ഫസ്റ്റ് ഡെസേലിനെ എടുത്ത് തരുന്നു, 3 അക്കൗണ്ടിലായിക്കോട്ടെ 3ലും ഡെസേലിനെ എടുത്ത് തന്നത് ഇവന്മാര്. ഇത് എന്ത് ശോകത്. പക്ഷെ എന്റെ പൊന്നേ, അയ്യോ ഇത് എന്തൊരവസ്ഥയാടാ. ഡെസേലിനെ എടുത്ത് തന്നിട്ടുണ്ട്, അതിനാണെങ്കിൽ വേണ്ടാത്തതാ. പ്ലക്കലല്ല, ഞാൻ വെറും പ്ലക്കലായില്ലോടാ. ഞാൻ സബ്സ്ക്രൈബേഴ്സിന് പ്ലക്കണ പോലെ ആയാലും അത്. പിന്നെയും ഹാപ്പിനെസ് കിട്ടിയ ആനന്ദ് ബ്രോയുടെ അക്കൗണ്ടില്ല. അത് ഞാൻ ഫസ്റ്റ് 9 തുറാം കിട്ടി. ഒരു കഷ്ടാടത്. വേണ്ട പ്ലേയേഴ്സിനെ അവന്മാർ തരുന്നില്ലടാ. 13,000 കോയിൻ ഉണ്ടായിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷയിൽ വീണ്ടും 900. ബ്ലാക്ക് ആനിമേഷൻ തരിച്ചു. ബ്ലാക്ക് ആനിമേഷൻ അത് ആരും പേടിക്കണ്ട. ബ്ലാക്ക് ആനിമേഷനാ, ബ്ലാക്ക് ആനിമേഷനാ. ഫോൺ തരിച്ചു കഴിഞ്ഞു ബ്രോ. നിങ്ങളിത് എന്തൊക്കെ കണ്ടിങ്ങാലോ, ഇറ്റ്സ് എ ബ്ലാക്ക് ആനിമേഷൻ. ഓക്കെ എടാ, ബ്ലാക്ക് അല്ല അല്ലേ, സോറി. വിയറെ കിട്ടി, പക്ഷെ നിബനോടി പേടേ തുറാമിനോട് എടുക്കണം. അമ്മേ, ഒരുത്തനെ കിട്ടി അലക്സ് ബ്രോ. ഒരുത്തനെ കിട്ടി. ഭാഗ്യണ്ട്, ഒരുത്തനെ ചൂണ്ടിട്ട് കിട്ടിയിട്ട്. എത്ര കോയിൻ മുഖ്യവുമായി 10,000 കോയിനിലാണ് 2 കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ടാർഗറ്റ് ഒരുത്തനുള്ളൂ. ബ്ലാക്ക് കിട്ടുന്ന വിചാരിച്ച്. തുറാമിനോട് തന്നില്ലെങ്കിൽ പണി വാളും. ഒരു പണ്ണലാണല്ലോടാ ഡയഗ്നെ. ഫക്ക് ഓഫ് മാൻ. നോക്കണ്ട ഉണ്ണിയെ. ട്രിക്കിന് നോക്കിയിട്ട് കാര്യമില്ല. ഇനി കിട്ടണേ, ആ സാധനം കിട്ടി. ഭാഗ്യം മുടിപ്പിച്ചില്ല. ഞാൻ വെച്ചാൽ ലാസ്റ്റ് 900 അവിടെ ഇട്ട് പൂശുന്നു. തന്നെ 3 എണ്ണവും കിട്ടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നാലും ഇത്ര കോയി മുക്കിയിടാവുമ്പോൾ 11,000 കോയി മുക്കിയിട്ടുണ്ട്. 11,000 അല്ല 12,000 കോയിൻ്റെ അടുത്ത് മുക്കിയിട്ടുണ്ട്. 11 സംതിങ്. അയ്യോ അടിയാ, രക്ഷപ്പെട്ടു. ലാസ്റ്റ് കിട്ടാണ്ട് പോയില്ലല്ലോ. കിട്ടി, പക്ഷേ ഒരുമാതിരി മൂഞ്ചിക്കുന്ന അവസ്ഥയായി പോയി.